നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നാണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ. കണക്കുകളൊക്കെ പറയുന്നതനുസരിച്ച് ഏകദേശം ഒരു 1/3 സ്ത്രീകൾക്കും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ജങ്ക് ഫുഡുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും താല്പര്യം അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസും നിറത്തിനും മണത്തിനും ഒക്കെ വേണ്ടി ചേർക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചാൽ തന്നെ അതിനകത്തൊക്കെ ഒരുപാട് വിഷാംശങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അതുപോലെ അമിതവണ്ണം, പ്രമേഹം, അതുപോലെ ചില ആളുകൾക്ക് തൈറോയിഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഒരു ആർത്തവത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോയില്ലെങ്കിൽ ക്രമമല്ലാത്ത ആർത്തവങ്ങൾ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്. സ്കൂളിലൊക്കെ ആ ഒരു സമയത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ, ഒരുപാട് വേദനകളൊക്കെ സഹിക്കുന്ന ഒരവസ്ഥ, ടെൻഷനൊക്കെ, വളരെയധികം ടെൻഷനും ഒക്കെ വന്നിട്ട് ചില സമയത്ത് അവർക്ക് ആ ഒരു ദേഷ്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ചില കുട്ടികളിലൊക്കെ പരീക്ഷാ സമയത്തൊക്കെ ആർത്തവം ഉണ്ടാവാത്ത ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. കാരണം സ്ത്രീകളിൽ ആർത്തവ സമയത്ത് ഭയങ്കരമായിട്ടുള്ള തലവേദന, ഭയങ്കരമായിട്ട് വയറുവേദന, അതുപോലെ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എക്സസൈസൊക്കെ വളരെ കുറവാണ് പലരും കണ്ടുവരുന്നത്. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ അനീമിയ മൂലം ഈ പറയുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്ലഡ് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിൽ ഉള്ള സ്ത്രീകളിൽ പലർക്കും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബ്ലഡൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ആർത്തവം 2-3 മാസമൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ചിലപ്പോൾ 1-2 തവണ ഉണ്ടാവും. അപ്പോൾ ആ ക്രമം തെറ്റി വരുന്ന ഒരവസ്ഥയൊക്കെ പലരിലും കാണുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു പീരീഡിൽ സൈക്കിൾ നടക്കുന്നില്ല എന്നുള്ളത് ആണ്. ചില മാസങ്ങളിൽ ഉണ്ടാവും, ചില മാസങ്ങളിൽ ഉണ്ടാവില്ല. ചിലർക്ക് കണ്ടിന്യൂസ് നിന്ന് പോകുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് ചില സമയത്ത് നിൽക്കാതെ വരുന്ന ഒരവസ്ഥ, കുറേ ദിവസം കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥ. ചില ആളുകൾക്ക് ബ്ലീഡിങ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ, വളരെ കുറഞ്ഞ രീതിയിൽ ബ്ലീഡിങ് പോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ അതനുസരിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലെ ഫുഡൊന്നും കഴിക്കാൻ കൂടുതലും ആളുകൾക്ക് താല്പര്യമില്ല, അല്ലെ? പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ജങ്ക് ഫുഡ്സ് ഒക്കെയാണ്, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെയാണ് എല്ലാവർക്കും താല്പര്യം. പുറമേ നിന്നുള്ള ഫുഡുകളൊക്കെ കഴിക്കും. അതുപോലെ ബേക്കറി ഫുഡ്സ്, അല്ലേ? ബേക്കറി ഫുഡ്സിലൊക്കെ വരുന്ന ഇപ്പോൾ നിറത്തിനും ടേസ്റ്റിനും ഒക്കെ ഉള്ള ആ ഒരു കെമിക്കൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് കേടാവാതിരിക്കാനും ഒക്കെ കെമിക്കൽ ചേർക്കുന്നുണ്ടല്ലേ? ആ ഒരു കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ മായം ഇല്ലാത്ത ഭക്ഷണങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ചിട്ടയായ ജീവിതശൈലി ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ മൊബൈൽ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സമയത്തിന് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് രാത്രിയൊക്കെ വൈകിയും ഈ മൊബൈലൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയും രാവിലെ എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന ഒരവസ്ഥ, ഒരു സമയം പാലിക്കാതെയൊക്കെ ഉള്ള അവസ്ഥകൾ, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് വിഷാംശമുള്ള പച്ചക്കറികളും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പഴങ്ങൾ വാങ്ങിച്ചാലും അതിനകത്തൊക്കെ നമുക്കറിയാം മായമില്ലാത്ത ഭക്ഷണ സാധനങ്ങളില്ല എന്നുള്ളൊരു ലെവലിൽ തന്നെയാണ്. ഇപ്പോൾ മീറ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊക്കെ കൂടുതൽ താല്പര്യം. പച്ചക്കറികളൊന്നും കഴിക്കുന്ന ഒരു രീതി തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക. കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. വറുത്ത സാധനങ്ങളൊക്കെയാണ് കൂടുതലും എല്ലാവർക്കും താല്പര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെതായ രീതിയിൽ നമുക്കതിന് നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഓരോ അവയവത്തിനും വേണ്ട എനർജിക്ക് വേണ്ട സാധനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള താളം തെറ്റുകളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. അപ്പോൾ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ, വളർച്ച ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? ബ്ലഡ് കുറവ് വരുമ്പോൾ അങ്ങനെ ബ്ലഡ് കുറവ് വരുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളിൽ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ എലമെൻറ്റ്സ് വെൽനസിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഉമൺ കമ്പാനി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണിത്. ഇത് ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റാണ്. നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് വെൽനസിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഹെൽത്ത് സംരക്ഷിക്കാനാണ്. നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാ സ്ത്രീകളും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഉമൺ കമ്പാനി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനും ഓരോ അവയവങ്ങൾക്ക് എനർജി കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആവാനും ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഉമൺ കമ്പാനി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രിച്ചറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിംഗ്, സത്ത് മാത്രം എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുക. സത്ത് മാത്രം എടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ആ ഒരു എനർജിക്ക് ആവശ്യമുള്ള കണ്ടൻസാണ് ഇതിനകത്ത്
ഉള്ള പ്രധാന കണ്ടൻറ്റുകളെല്ലാം നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇത്തരം പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു പീരീഡ് കറക്റ്റ് അല്ലാതിരുന്ന ഒരുപാട് സ്ത്രീകൾക്ക് നമ്മൾ കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പീരീഡ്സൊക്കെ കറക്റ്റായി റെഗുലറായിട്ട് എല്ലാവർക്കും അങ്ങനെ റെഗുലറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു വുമൺ കമാനി എന്ന് പറയുന്നത്. അപ്പോൾ മെഡിസിൻ നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ ആ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഈ ഇത്തരം പ്രൊഡക്റ്റുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ടിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് കഴിച്ചിട്ട് 2-3 മാസം കഴിച്ചിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് അതിന് പരിഹാരം. ഇത് മെഡിസിൻ അല്ല, ഇത് ഫുഡ് സപ്ലിമെൻറ്റ് ശ്രേണിയിലുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇത് കഴിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വെയിറ്റിനനുസരിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സമയത്തിന് ഉറങ്ങുക, സമയത്തിന് എഴുന്നേൽക്കുക, അതുപോലെ സമയത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൂടി പൊതുവെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് ഹോർമോൺസിൻ്റെ ഒക്കെ ചേഞ്ചസ് മൂലം ഇപ്പോൾ രോമ വളർച്ച, ഇപ്പോൾ മീശ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മോക്കുരു പോലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചില സ്ത്രീകൾക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കുക, അപ്പോൾ ഭക്ഷണം അധികം കഴിക്കുന്നില്ലെങ്കിൽ പോലും ശരീരം പെട്ടെന്ന് ചീർത്ത് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു വണ്ണം കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷേ കോമൺ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് അത് വളരെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ പ്രത്യേകിച്ച് സിസ്റ്റ്, ഫൈബ്രോയിഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ അത് കാലങ്ങളോളം കൊണ്ടു നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ സിസ്റ്റ്, ഫൈബ്രോയിഡൊക്കെ ഒരുപാട് നാൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്കറിയാം പിന്നീട് അത് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്ത് ബയോപ്സിക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ബയോപ്സിക്കൊക്കെ അയച്ച് റിസൾട്ട് അത് ഇതായി വന്നാൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. ഇപ്പോൾ ആ തരത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, യൂട്രസ് റിമൂവ് ചെയ്യുക, ഓവറി റിമൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ വരും. നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവാണെങ്കിലും അത് റിമൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക. അവസാന നിമിഷം വന്നിട്ട് ഇപ്പോൾ ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് വരുന്ന സമയത്ത് അത് എടുത്തു കളയേണ്ട ഒരു സ്റ്റേജിലാണെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അതുപോലെ അനീമിയ പോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു എലമെൻറ്റ്സ് വെൽനസിൻ്റെ ബ്രാൻഡിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.